നമ്മൾ എപ്പോഴും പഴവും മുട്ടയൊക്കെ ചേർത്ത് കായപ്പോളയല്ലേ റെഡിയാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് പഴത്തിന് പകരം വേറൊരു ഐറ്റം കേട്ടോ ചേർത്തിട്ടുള്ളത്. വേറൊന്നുമല്ല, നല്ല പഴുത്ത ചക്കയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ ഒരു പഴുത്ത ചക്ക ഇരിക്കാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. അപ്പം നോമ്പായതുകൊണ്ട് ആരും കഴിക്കണില്ല. അപ്പം അതെങ്ങനെയെങ്കിലും കഴിപ്പിക്കണമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കി. ഇതിനായിട്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വളരെ ചെറിയ പീസാക്കിയിട്ട് ചക്ക കട്ട് ചെയ്തതിന് ശേഷം ബട്ടറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തു. ഭയങ്കരമായിട്ട് കുക്കായി കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇനി മുട്ടയിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 9 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഞാൻ ആദ്യം പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചതും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്ക കുറച്ച് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി കുറച്ചുകൂടി മുട്ട മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചക്കയും കൂടി ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് കുറച്ചുകൂടി മിക്സിയിൽ മുട്ടേൻ്റെ മിക്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കാഷ്യൂം ബദാമും കൂടി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അടിയിലൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. നേരിട്ട് ഫ്ലെയിമിലേക്ക് വെച്ച് കുക്ക് ചെയ്യരുത്. ഇനി ഇതേ ഞാൻ മറിച്ച് കൊടുത്ത് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ചക്കപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കായപ്പോളേനേലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പഴം ചേർത്ത് റെഡിയാക്കുന്നതിലും സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയൊക്കെ കുറേ കിട്ടണ സീസണല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ ഞാൻ നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യണത്. നല്ല തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്യണതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. ഇപ്പോൾ ഈ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ചക്ക ഉണ്ടെങ്കിലും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.